ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ഡോക്ടർ ഷേർലിക്ക് റെഫർ ചെയ്തത് ഡോക്ടർ പുഷ്പയാണ്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ പുഷ്പ. ഹലോ ഡോക്ടർ പുഷ്പ മാഡം, ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞു കാണുമല്ലോ. ഈ കുഞ്ഞിനുണ്ടായിരിക്കുന്ന അപാകതകൾ എന്ന് പറയുന്നത് ചെറുതല്ല, അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. അതിൽ ലാബിന്റെ ഭാഗത്തു നിന്നുള്ള അപാകതയാണോ അതോ ആശുപത്രിയിലെ അപാകതയാണോ എന്നതിലൊക്കെ ഒരു വ്യക്തത വരണ്ടേ? എന്താണ് ഡോക്ടർക്ക് തോന്നുന്നത്? ഹലോ ഡോക്ടർ പറഞ്ഞോളൂ. ഞാൻ ഒ പിയിൽ ഇച്ചിരി തിരക്കാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ. ഇത് സുറുമി 34 വയസ്സെന്നുള്ള ആദ്യത്തെ 2 മാസം 5 ആഴ്ചയിലും 8 ആഴ്ചയിലും 2 തവണയാണ് എന്നെ കാണിച്ചിട്ടുള്ളത്. ഈ സമയത്ത് 2 സ്കാൻ എടുത്തിരുന്നു. സ്കാൻ നോർമലാണ്. അവർക്ക് ആദ്യത്തെ പ്രാവശ്യം മാർച്ച് 29-ന് ഇവര് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് എന്നെ വന്ന് കാണിച്ചു. അപ്പൊ അതില് വളർച്ച 5 ആഴ്ച ഉള്ള അത്രയും വളരെ ആരംഭ സ്റ്റേജ് ആയതുകൊണ്ട് അവർക്ക് പ്രഗ്നൻസി വളരാനുള്ള മെഡിസിൻസ് എഴുതി കൊടുത്തു. അതിനുശേഷം ഇവര് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്ത് വരണമെന്ന് പറഞ്ഞപ്പോ 8 ആഴ്ചയിൽ സ്കാൻ കൊണ്ടുവന്നു. അതിനകത്ത് സ്കാനിങ്ങിനകത്ത് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഈ ഗർഭിണി എന്നെ കാണിച്ചിട്ടില്ല, എവിടെ പോയി എനിക്കൊന്നും അറിയില്ല. ആദ്യത്തെ 5 ആഴ്ചയിലും എന്ന് വെച്ചാൽ 2 മാസത്തിന് മുമ്പ് ഒരു കുഞ്ഞിനും ഒരു അംഗവൈകല്യവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഇവര് എന്താണ് മാറി അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇവരുടെ ഒരു കംപ്ലൈന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ അംഗവൈകല്യമുള്ള കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞ് വന്നപ്പം അതിനകത്തില് പുഷ്പ ഡോക്ടർ എന്റെ പേരും ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പേപ്പറുകൾ എടുത്തു വെച്ച് നോക്കിയതനുസരിച്ചും അവരുടെ റെക്കോർഡിലും ആദ്യത്തെ 2 തവണ എന്നെ കാണിച്ചു. അതാ 2 മാസത്തിന് മുമ്പ് വളരെ ആരംഭ സ്റ്റേജില് ഡോക്ടർ പുഷ്പ മനസ്സിലായി. ഡോക്ടർ പുഷ്പ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് സത്യമാണ്. ഡോക്ടർ പുഷ്പ അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല. ഡോക്ടർ പുഷ്പ ഈ റേഡിയോളജിസ്റ്റ് നൽകുന്ന ഫൈനൽ റിപ്പോർട്ട്സ്, അതായത് കുഞ്ഞിന്റെ കൈകാലുകളൊക്കെ വളർന്നതിന് ശേഷമുള്ള സ്കാനിംഗ് റിപ്പോർട്ട് അപ്പോൾ ഡോക്ടർ പുഷ്പ കണ്ടിട്ടില്ല. തന്നെ ഞാൻ പറയട്ടെ, അതിന് 19 ആഴ്ച അല്ലെ 20 ആഴ്ചയിലുള്ള അനോമലി സ്കാനിലാണ് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഈ സ്കാനിങ്ങില് അനോമലികൾ ഒന്നും എല്ലാ പേപ്പറുകളും ഇവരുടെ 5-ാം മാസത്തെ സ്കാനിനകത്തും അനോമലി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത് എവിടെയാണ് പ്രശ്നം പറ്റിയത് എന്നുള്ളത് എനിക്ക് ഈ കുട്ടിയെ 2 മാസം വരെ ഞാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് ഈ ഗർഭിണി ആരെ കാണിച്ചു, എവിടെ പോയി ഒന്നും എനിക്കറിയില്ല. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് ഒരു വിവരവും അറിയില്ല. വേറെ ഇവിടെ WRCയിൽ തന്നെയുള്ള വേറൊരു ഡോക്ടറാണ് ഇത് ചികിത്സിച്ചതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഡോക്ടറെയും കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 5 ആഴ്ച നമ്മളുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ നമുക്ക് ഒരു അമ്മയും കുഞ്ഞു പദ്ധതി വഴി അനോമലി സ്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനൊരു വകുപ്പുണ്ട്. അതനുസരിച്ച് നമ്മുടെ പ്രൈവറ്റ് ശങ്കേഴ്സ് ലാബിലാണ് ഈ സ്കാൻ ചെയ്തത്. അപ്പൊ അതിനകത്ത് ആ റിപ്പോർട്ടും പ്രകാരം അനോമലി ഒന്നും തന്നെ എഴുതിയിരുന്നില്ല. പിന്നെ ഈ അവസാനം 7-8 മാസങ്ങളിൽ ഈ കുട്ടിക്ക് പോളിഹൈഡ്രാമിയോസ് ഒരു കണ്ടീഷൻ എന്ന് വെച്ചാല് കുഞ്ഞിന് ചുറ്റുമുള്ള ആ ഫ്ലൂയിഡ് ഓവറായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഫീറ്റൽ ഡിസ്ട്രസ് ബ്രാഡിക്കാർഡിയ വന്ന് റെഫർ ചെയ്തത്. അപ്പം ഞാൻ ആ സമയത്തൊന്നും നോക്കാതെ എനിക്ക് ഈ ഭാഗത്തുള്ള കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ അതിനകത്ത് പിഴവുണ്ടോ എന്നൊക്കെ പറയാൻ ഞാൻ ആളല്ല. ഞാനെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഇന്ന് എനിക്ക് ഓക്കെയാണ്. എനിക്ക് ഒരുപാട് മാഡം ഇതിനകത്ത് ചികിത്സാ പിഴവ് തന്നെയാണ്. WNC ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് WNC ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവല്ല. സർക്കാരിന്റെ കീഴിലുള്ള WNC ആശുപത്രിയിൽ നിന്നും ശങ്കേഴ്സ് ലാബിലേക്ക് വിട്ടിരിക്കുന്നത് ഡോക്ടറാണ്. എന്റെ സ്വന്തം നിർദ്ദേശപ്രകാരം ഞാൻ പോയതല്ല. എന്റെ സ്വന്തം നിർദ്ദേശപ്രകാരം ഞാൻ പോയതല്ല. പുഷ്പ മേഡത്തിന്റെ കാര്യമല്ല. WNCയിലെ ഡോക്ടർമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുഷ്പ മേഡത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പുഷ്പ മേഡത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. WNCയിലെ ഡോക്ടർമാരുടെ അനാസ്ഥ, WNCയിലെ ഡോക്ടർമാരുടെ അനാസ്ഥയിലാണ് ഈ ശങ്കേഴ്സ് ലാബിൽ ടെസ്റ്റിന് വിട്ടത് ആരാണ് മാഡം? ശങ്കേഴ്സ് ലാബിൽ ടെസ്റ്റിന് വിട്ടത് ആരാണ്? മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഡോക്ടർ പുഷ്പ സംസാരിക്കട്ടെ. അനീഷ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഡോക്ടർ പുഷ്പ സംസാരിക്കട്ടെ.
ഡോക്ടർ പുഷ്പ പറഞ്ഞോളൂ. നമ്മളുടെ കുറ്റമല്ല അനോമലി കണ്ടുപിടിക്കുന്നതും എല്ലാം സോണോളജിസ്റ്റ് ഡോക്ടർമാരാണ്. അപ്പം അവരോട് കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഈ രോഗിയെ 8 ആഴ്ച വരെ നോക്കിയതിൽ നിന്ന് എനിക്ക് ഇവർക്ക് എന്താണ് പിന്നെ അനോമലി വന്നത് എന്നെ കാണിക്കാത്ത ഒരാളുടെ അടുത്ത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഡോക്ടർ പുഷ്പയെ ഇവർ അവസാനമായി കാണിച്ചത് എന്നാണ്, അല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ സുറുമിയെ അവസാനമായി കണ്ടത് എന്നാണ്? ഇവര് ഹോസ്പിറ്റലിൽ സമർപ്പിച്ച രേഖകളില് 29/3/2024 ഒരു തവണയാണ് എന്നെ കാണിച്ചിരിക്കുന്നത്. അന്ന് ഒരു സ്കാൻ റിപ്പോർട്ടുമായിട്ടാണ് എന്നെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് 15/4 ഏപ്രിൽ 15, 24 ഞാൻ ചെയ്ത ഒരു സ്കാൻ റിപ്പോർട്ട് ഉണ്ട്. പക്ഷെ ആ പേപ്പർ ആ സമയത്ത് ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഓർക്കുന്നില്ല. ഞാൻ 100ഓളം രോഗികളെ ഒരു OP-യിലും അതുപോലെ രോഗികളെ വീട്ടിലും നോക്കുന്ന ഡോക്ടറാണ്. എനിക്ക് ഈ പർട്ടിക്കുലർ പേഷ്യന്റിനെ ഇപ്പോഴും ഓർക്കുന്നില്ല. ഇവര് ഹോസ്പിറ്റലിൽ സമർപ്പിച്ച റെക്കോർഡ്സിൽ ഉള്ള പേപ്പർ നോക്കിയാണ് ഒറ്റ ഒരു വിസിറ്റാണ് എനിക്കുള്ളത് എന്നെ കാണിച്ചിരിക്കുന്നത്. അന്നത്തെ ആ വിസിറ്റിൽ ആദ്യത്തെ ഫസ്റ്റ് സ്കാനിൽ എല്ലാം നോർമൽ ആയിരുന്നു. ഫസ്റ്റ് സ്കാനിൽ 5 ആഴ്ചയുടെ വളർച്ചയും നോർമൽ ആയിരുന്നു. അവർക്ക് ഒന്നുകൂടെ വളരുന്നുണ്ടോ എന്നറിയാനാണ് 2 ആഴ്ച കഴിഞ്ഞ് സ്കാനുമായി അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ സ്കാനുമായി അപ്രോച്ച് ചെയ്ത പേപ്പർ കാണുന്നില്ല. അതിനകത്ത് എന്റെ പേരിൽ ഉള്ള ഒരു 8 ആഴ്ചയിലെ സ്കാൻ റിപ്പോർട്ട് ഉണ്ട്. ആ 8ാമത്തെ ആഴ്ചയിലെ, അതായത് 8 ആഴ്ച ഭ്രൂണം വളർന്നു കഴിഞ്ഞപ്പോഴുള്ള സ്കാൻ റിപ്പോർട്ട് മാഡം കണ്ടിട്ടില്ല? 8 ആഴ്ച കഴിഞ്ഞിട്ട് എന്നെ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവര് പിന്നെ അടുത്ത സ്കാൻ നമ്മൾ ചെയ്യുന്നത് 12 ആഴ്ചയിലാണ്. 11-12 ആഴ്ചയിൽ NT സ്കാൻ എന്നുള്ള സ്കാൻ, അത് ഞാനല്ല അയച്ചിരിക്കുന്നത്. ആ സ്കാൻ റിപ്പോർട്ട് അവര് പരാതിയുടെ കൂടെ വെച്ചിട്ടുണ്ട്. അത് ഡോക്ടർ ഷേർലിയുടെ പേരിലുള്ള സ്കാനാണ്. 8 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഈ പേഷ്യന്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ പുഷ്പ. OP-യിൽ നിന്നാണ് ഇപ്പോൾ ഡോക്ടർ പുഷ്പ സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. ആദ്യ